എങ്ങനെയാണ് സെക്സ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കാനുള്ള ഒരു സംഗതി മാത്രമാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ. പലപ്പോഴും നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മുടെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു സെഷൻ കൂടി വേണമെന്ന് പറഞ്ഞ സമയത്ത് അവർ പറയുന്നതാണ്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഡോക്ടറെ. അതായത് എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. സോ ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതി വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ഈ ഒരു സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഗതി. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ സ്ത്രീ പുരുഷ ശരീരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, പിന്നീട് തുടർച്ചയായിട്ട് അങ്ങനെ വന്ന് ഒരു നമ്മുടെ കൺസെൻറ്റ് എന്താണ് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അത്തരത്തിൽ നമ്മുടെ ഒരു സെക്ഷൽ അബ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ, ഹൗ ടു ഹാവ് ഹെൽത്തി സെക്സ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെ നിരവധി കമ്പോണൻസ് ഉള്ള ഒരു ഘടകമാണ് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കത് കിട്ടാറില്ല, നമുക്കിത് എവിടെ നിന്നാണ് കൃത്യമായിട്ട് കിട്ടുന്നുള്ള അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു മിസ്കൺസെപ്ഷൻസ് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് സ്കൂളിൽ വെച്ചിട്ട് തന്നെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു ഭാവി വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്.